നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. മനുഷ്യ സേവനം ഈശ്വരാരാധനയാണ്. വിഭാഗീയതകൾ വെടിയുക, ദുർബലരെ സഹായിക്കുന്നതാണ് യഥാർത്ഥ ഈശ്വര ശക്തി. നിങ്ങളിൽ ഉറങ്ങുന്ന ശക്തിയെ ഉണർത്തി മനുഷ്യത്വം സാക്ഷാത്കരിക്കും. നമ്മുടെ മനസ്സിലെ ഭക്തിക്ക് തന്നെയാണ് പ്രഥമ സ്ഥാനം. അതുണ്ടെങ്കിൽ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തന്നെ ഫലസിദ്ധി ഉണ്ടാകുന്നു എന്നർത്ഥം. പ്രാർത്ഥന ചൊല്ലുന്നത് ഭക്തിയോടെ ആയാലേ ഉദ്ദിഷ്ട ഫലം സിദ്ധിക്കുകയുള്ളൂ. ഭക്തിപൂർവം നമുക്ക് കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. ശ്രീഗണനാഥം ഭജരേ ഭജരേ ഭജരേ. ശ്രീഗണനാഥം ഭജരേ ഭജരേ ഭജരേ. ശ്രീഗണനാഥം ഭജരേ ഭജരേ ഭജരേ. ശ്രീഗണനാഥം ഭജരേ ഭജരേ ഭജരേ. ലംബോദര ഗണസേവിത സ്കന്ധാഗ്രജ ഗണപതിം ശ്രീഗണനാഥം ഭജരേ ഭജരേ ഭജരേ. ശ്രീഗണനാഥം ഭജരേ ഭജരേ ഭജരേ. ആഗമാദിസന്നുതം അഖിലദേവപൂജിതം ആഗമാദിസന്നുതം അഖിലദേവപൂജിതം യോഗശാലി ഭാവിതം ഭാഗ്യശായി സേവിതം. ആഗമാദിസന്നുതം അഖിലദേവപൂജിതം യോഗശാലി ഭാവിതം ഭാഗ്യശായി സേവിതം. ഹിമശൈലവാസിതം ഭൂലോകരക്ഷകം കുഞ്ചരവദനേശ്വരം ഗം ഗണപതി സേവിതം. ഹിമശൈലവാസിതം ഭൂലോകരക്ഷകം കുഞ്ചരവദനേശ്വരം ഗം ഗണപതി സേവിതം. സകലദേവനായകം ഐശ്വര്യദായകം സകലദേവനായകം ഐശ്വര്യദായകം സകലദേവനായകം ഐശ്വര്യദായകം സകലവിഘ്നനാശകം ഹരസുര ജഗദീശ്വരം. സകലവിഘ്നനാശകം ഹരസുതതരദീശ്വരം. ഗം ഗണപതയേ നമഃ. വിഘ്നേശ്വരനേ നമഃ. ലംബോദരനേ നമഃ. ഗം ഗണപതയേ നമഃ. വിഘ്നേശ്വരനേ നമഃ. ലംബോദരനേ നമഃ. ഗം ഗണപതയേ നമഃ. വിഘ്നേശ്വരനേ നമഃ. ലംബോദരനേ നമഃ. ലംബോദരനേ നമഃ. ലംബോദരനേ നമഃ. ലംബോദരനേ നമഃ. കേരളത്തിലെ ഉത്സവങ്ങളായ വേലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നെന്മാറ വെല്ലങ്ങി വേലയാണ്. പാലക്കാട് ജില്ലയിലെ തമിഴ്നാടിനടുത്ത് കിടക്കുന്ന ഗ്രാമമാണ് നെന്മാറ. അതിഗംഭീരമായ ഈ ഉത്സവത്തിന്റെ വിവരങ്ങളാണ് ഇന്നത്തെ കഥയമമ്മയിൽ വിശദമാക്കുന്നത്.
എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ഒരു സമയം, മീനമാസം എന്ന് പറയുന്നത് ഉത്സവങ്ങളുടെ ഒരു അവസാനത്തിലേക്ക് നമ്മൾ പോകുന്നൊരു സമയമാണ്. ഏകദേശം നവംബർ മാസത്തിൽ വൃശ്ചിക മാസത്തോടനുബന്ധിച്ച് തുടങ്ങുന്ന ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുടെയൊക്കെ തന്നെ ഒരു കൊട്ടിക്കലാശം നടക്കുന്ന സമയമാണ് മീനമാസം. മീനമാസം കഴിയുന്നതോടുകൂടി കേരളത്തിൽ ഉത്സവങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും അവസാനിക്കും. എന്നാൽ ആ ഉത്സവക്കാലം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു മഹോത്സവം കേരളത്തിലെ നെല്ലറയായിട്ടുള്ള പാലക്കാടിൻ്റെ മണ്ണിൽ അരങ്ങേറാൻ പോവുകയാണ്. ഇന്ന് മീനമാസത്തിലെ 20-ാം തീയതിയാണ്. ഇന്നാണ് പ്രശസ്തമായിട്ടുള്ള നെന്മാറ വല്ലങ്ങി വേല മഹോത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കഥേമമ്മയുടെ അധ്യായത്തിൽ ആ നെന്മാറ വല്ലങ്ങി വേലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്ന മഹോത്സവത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവാം. പക്ഷെ അത് നടക്കുന്ന ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ്, എങ്ങനെയാണ് ആ ക്ഷേത്രം ഉണ്ടായത്, അതിൻ്റെ ഐതിഹ്യം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ കഥേമമ്മയിൽ പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും നെന്മാറ വല്ലങ്ങി ആഘോഷത്തിൻ്റെ സമയത്ത് ആ ആഘോഷത്തിന് കാരണക്കാരിയായിട്ടുള്ള ഒരു ഭഗവതി ആ ദേശത്ത് താമസിക്കുന്നുണ്ട്. ആ അമ്മ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് വേറെ ആരും തന്നെയല്ല, സാക്ഷാൽ നെല്ലിക്കുളങ്ങര ഭഗവതി എന്ന് വിളിക്കപ്പെടുന്ന ഭദ്രകാളി സ്വരൂപത്തിലുള്ള ദേവതയാണ് നെന്മാറ വല്ലങ്ങി ദേശങ്ങളുടെ അധിപതിയായിട്ട് വർത്തിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ പേര് നെന്മാറയുടെയും വല്ലങ്ങിയുടെയും തട്ടകത്തമ്മയായിട്ട് വിളങ്ങുന്ന ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഒരു അനുഷ്ഠാനമാണ്. അല്ലെങ്കിൽ ആ ഭഗവതിയെ സന്തോഷിപ്പിക്കാനായി ദേശക്കാർ നടത്തുന്ന ഉത്സവമാണ് നെന്മാറ വല്ലങ്ങി വേല എന്ന് മനസ്സിലാക്കുക. അപ്പം എങ്ങനെയാണ് ഈ വേല ഉണ്ടായത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയായിട്ടാണ് പഴമക്കാരൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കാറുള്ളത്. ആ നാട്ടിൽ താമസിച്ചിരുന്ന ഒരു മൂപ്പിൽ നായർ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് നെല്ലിയാമ്പതി മലനിരകളിൽ പോയി ഭദ്രകാളിയെ ഉപാസിക്കുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നാണ്. ഒരു ദിവസം മൂപ്പിൽ നായർ ഭഗവതിയെ പൂജിച്ച് തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു എന്നാണ്. പക്ഷെ അന്നേ ദിവസം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് തോന്നി തനിക്ക് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തൻ്റെ കയ്യിലുള്ള കൊടയുടെ ഭാരം അത്യധികം കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. താൻ ഒറ്റയ്ക്കാണോ ഈ പോകുന്നത് അതോ തൻ്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊരു തോന്നൽ ആ കാരണവർക്ക് ഉണ്ടായി എന്നാണ്. എന്തായാലും അദ്ദേഹം ഭയമില്ലാണ്ട് നടന്നു, ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. ഒരു കൊളക്കടവ് പോലത്തെ ഒരു പ്രദേശം കണ്ടു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പട്ടക്കൊട അവിടെ ചാരി വെച്ചിട്ട് അദ്ദേഹം ദേഹശുദ്ധി വരുത്താനായിട്ട് കുളത്തിലേക്ക് പോയി എന്നാണ്. മന്ത്രജപാതി ചടങ്ങുകൾക്കൊക്കെ ശേഷം നന്നായിട്ട് കുളിച്ച് അദ്ദേഹം തിരിച്ച് വീണ്ടും നടക്കാനായിട്ട് ഈ കൊട എടുത്ത് പൊക്കാൻ നോക്കിയ സമയത്ത് ആ കുട ആ മണ്ണിൽ ഉറച്ചതായിട്ട് കണ്ടു എന്നാണ്. എത്രയൊക്കെ ബലം പ്രയോഗിച്ചിട്ടും അദ്ദേഹത്തിന് ആ ഒരു കുട എടുത്ത് ഉയർത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി താൻ ഒറ്റയ്ക്കല്ല പോന്നിട്ടുള്ളത്, ഈ കൊടപ്പുറത്ത് കയറി ഭഗവതി സാക്ഷാൽ ഭദ്രകാളി തൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇനി അമ്മയ്ക്ക് ഒരു ആലയം ഉണ്ടാക്കി ഇവിടെ വെച്ച് ആരാധിക്കാനാണ് അമ്മയുടെ താല്പര്യം. അതിൻ്റെ ദൃഷ്ടാന്താണ് ഈ കാണുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ്. അങ്ങനെയാണ് ആ കുട ഇരുന്ന സ്ഥലം, അതാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. അവിടെ ആ ഭഗവതിയെ സന്തോഷിപ്പിക്കാനായി വർഷത്തിലൊരു ദിവസം മീനമാസത്തിലെ 20-ാം തീയതി നടക്കുന്ന ദേശക്കാരുടെ മഹോത്സവമാണ് നെന്മാറ വല്ലങ്ങി വേല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് വേലയാണ്, ഇതൊരു ഉത്സവമോ പൂരമോ അല്ല. ഇത് വേല എന്ന രീതിയിലാണ് ആ ചടങ്ങ് നടത്തുന്നത്. വേലകളി കാണാൻ ഭദ്രകാളിക്ക് പ്രത്യേക താല്പര്യമാണ് എന്നാണ് പറയാനുള്ളത്. ഭദ്രകാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളിൽ ഒന്നായിട്ട് കളമ്പാട്ടിൽ ഉൾപ്പെടെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ദേവിയുടെ നട പാടുന്ന സമയത്ത് പല സ്ഥലത്തും ദേവി വേല കളി കണ്ട് നിൽക്കുന്നതായിട്ട് ദാരികാവതം കളമ്പാട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേല കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താല്പര്യമാണ് ഭഗവതിക്ക്. ആഘോഷമായിട്ട് ഒരു പടഹാദി വിഭാഗത്തിലുള്ള ഒരു ഉത്സവം എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയാണ് നെന്മാറ വല്ലങ്ങി ദേശക്കാർ ആ നെല്ലിക്കുളങ്ങര ഭഗവതിയെ സന്തോഷിപ്പിക്കാനായി വർഷം തോറും ഈ വേല മഹോത്സവം നടത്തുന്നത്. രണ്ടാമത് കരിവേഷം, കുമ്മാട്ടി, ആണ്ടികളി
ഈ 3 അനുഷ്ഠാനങ്ങളും ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രോത്സവം എന്ന് പറയുന്നത് നെന്മാറ വല്ലങ്ങി വേലയാണെന്നാണ് പറയുക. കാരണം ഇത് 3ഉം ഒരുമിച്ച് എവിടെ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ കുമ്മാട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ആണ്ടിക്കളി ഉണ്ടാവും. അങ്ങനെ ഓരോന്നായിട്ട് എല്ലാ പ്രദേശത്തിലും നടത്താറുള്ളൂ. നെന്മാറയിലിരിക്കുന്ന ഭഗവതിക്ക് ഇത് 3ഉം ഉറപ്പായിട്ടും ഒരേ സ്ഥലത്ത് കാണണമെന്ന് നിർബന്ധമായതുകൊണ്ട് മറ്റ് വിശേഷപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഈ 3 നാടൻ കലാരൂപങ്ങളും നിർബന്ധമായിട്ടും ആ വേലകളിയുടെ ഭാഗമായിട്ട് ഉണ്ടാവണമെന്ന് പൊതുവിൽ പഴമക്കാർ പറയാറുണ്ട്. ഇന്നും അതങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത്. 2 ഭഗവതിക്ക് ആനപ്പന്തലുകളോടുള്ള പ്രിയമാണ്. നെന്മാറ വല്ലങ്ങി വേലയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് നെന്മാറ ദേശത്തുള്ള ആളുകളും വല്ലങ്ങി ദേശത്തുള്ള ആളുകളും ആനപ്പന്തലിൽ അവരുടെ ഗജവീരന്മാരെ നിരത്തിക്കൊണ്ടുള്ള മേളാണ്. ഈ ആനപ്പന്തലുകളും ഭഗവതിക്ക് വലിയ താല്പര്യമാണ്. കാരണം ഘോഷമായിട്ട് തൻ്റെ മക്കളെല്ലാവരും തന്നെ തൻ്റെ ഒരു ആചരണം നടത്തുന്നത് കാണുമ്പോൾ ഒരമ്മ എത്രത്തോളം സന്തോഷിക്കുകയോ അത്രത്തോളം ഭഗവതി സന്തോഷിക്കുന്നുണ്ട് എന്നാണ്. ആത്യന്തികമായിട്ട് അമ്മയുടെ സന്തോഷമാണ് ഉത്സവം. ആ കുണ്ഡലിനി ആ ശരീരത്തിൻ്റെ ഓരോ ചക്രങ്ങളെയും ഭേദിച്ച് മുകളിലേക്ക് ഉയർന്ന് സഹസ്രാരത്തിൽ ഇരിക്കുന്ന ശിവനുമായിട്ട് സമ്മേളിക്കുന്നതിനെയാണ് നമ്മൾ ഉത്സവം എന്ന് പറയുക. മുകളിലേക്കുള്ള സഞ്ചാരം, ആ ക്ഷേത്ര ചൈതന്യം മുകളിലേക്ക് ചെന്ന് ആ ദേശം മൊത്തം വ്യാപിക്കുന്ന സമയമാണ് ഈ ഉത്സവക്കാലം എന്നാണ്. അതുകൊണ്ട് തന്നെ നെന്മാറ വല്ലങ്ങി വേലക്കാലത്ത് ആ പ്രദേശത്ത് മുഴുവൻ ദേവിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ദേവിയുടെ ചൈതന്യം നിറഞ്ഞൊഴുകി നിൽക്കുന്ന സമയമാണ്. അതാണ് അവിടെ ചെല്ലുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു ആനന്ദാവസ്ഥ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നെല്ലിക്കുളങ്ങര ഭഗവതി ആയിട്ടുള്ള ഭദ്രകാളി സ്വരൂപത്തിലിരിക്കുന്ന ആ ഭഗവതിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിലും കേരളത്തിൻ്റെ അഭിമാനമായിട്ട് നമുക്ക് വെക്കാവുന്ന, എങ്ങനെയാണോ തൃശ്ശൂർ പൂരത്തെ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ അത്രയും പ്രൗഢിയോടുകൂടി നടത്തുന്ന മറ്റൊരു ആഘോഷം പാലക്കാടിൻ്റെ മണ്ണിലുണ്ട്. അത് നെന്മാറ വല്ലങ്ങി വേലയാണ്. ആ കഥ കൂടി കഥയമയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അടുത്തൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. മഹാരാഷ്ട്രയിലെ എല്ലോറയിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസനാഥ ക്ഷേത്രം ലോകാത്ഭുതമാണ്. 100 അടിയിലധികം ഉയരമുള്ള ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത ഈ ശിലാവിസ്മയത്തിനു പിന്നിൽ പ്രവർത്തിച്ച മാനവശേഷി വന്ദിക്കപ്പെടേണ്ടതാണ്. ക്ഷേത്രം, മണ്ഡപം, തൂണുകൾ, ഇടനാഴികൾ, ശില്പങ്ങൾ എന്നിവയെല്ലാം ഒറ്റക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈശ്വരന്റെ കർമ്മങ്ങൾ പോലെ അത്ഭുതകരമാണ് പല ക്ഷേത്ര നിർമ്മിതികളും. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. അനന്തപുരിയുടെ ആത്മീയ ജ്യോതിസാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ലക്ഷ്മി സമേതനായ അനന്തപത്മനാഭന് നഗരത്തിനുള്ളിൽ തന്നെ സഹോദരീസ്ഥാനിയായ ദേവിയും ആ ദേവിക്ക് ക്ഷേത്രവുമുണ്ട്. ഇത്തരമൊരു ക്ഷേത്രത്തെക്കുറിച്ച് അനന്തപുരിയിൽ താമസിക്കുന്നവരിൽ അധികം പേർക്കൊന്നും അറിഞ്ഞുകൂടാ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ കിഴക്കുഭാഗത്ത് കരുമം ഇടഗ്രാമം എന്ന സ്ഥലത്താണ് ഈ ദേവീക്ഷേത്രം. അരകത്ത് ദേവീക്ഷേത്രം എന്നാണ് അതിപുരാതനമായ ഈ ദേവീ സന്നിധി അറിയപ്പെടുന്നത്. ശ്രീ പത്മനാഭനെ വണങ്ങുന്നവർ അരകത്തെത്തി ദേവിയെയും വന്ദിച്ച് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ വണങ്ങിയ ശേഷമേ പത്മനാഭസ്വാമി ദർശനം പൂർത്തിയാകൂ എന്ന വിശ്വാസം മുൻപുണ്ടായിരുന്നു. തിരുവനന്തപുരം നാഗർകോവിൽ പാതയിൽ കൈമനത്ത് നിന്ന് വലതു തിരിഞ്ഞ് 1.5 കിലോമീറ്റർ പിന്നിടുമ്പോൾ കരുമം ജംഗ്ഷനിലെത്തും. ഈ പാത മുന്നോട്ടു പോകുന്നത് പരശുരാമ ക്ഷേത്രത്തിലേക്കാണ്. കരുമം ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് 1/2 കിലോമീറ്റർ യാത്ര ചെയ്താൽ
ഇടഗ്രാമം അരകത്ത് ദേവി ക്ഷേത്രത്തിലെത്താം. കരമനയാറിനും ശുദ്ധജല തടാകമായ വെള്ളായണി കായലിനും ഒരു വിളിപ്പാടകലെ പച്ചപ്പിന്റെ തണലിലാണ് പുരാതനമായ അരകത്ത് ദേവീക്ഷേത്ര സന്നിധി. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിനും ഇടയിലുള്ള ഇടഗ്രാമം എന്ന ഗ്രാമപ്രദേശത്താണ് വില്വമംഗലം സ്വാമികളാൽ പ്രതിഷ്ഠിതമായ അരകത്ത് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശംഖുചക്ര അഭയമുദ്രയായ ദേവിയാണ് ഇവിടെ വാണരുളുന്നത്. ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം വ്യക്തമല്ലെങ്കിലും ക്ഷേത്രനടയിലുള്ള കൽവിളക്കിൽ കൊത്തിയിട്ടുള്ള പഴയ തമിഴ് ലിപിയിൽ പറയുന്നത് കൊല്ലവർഷം 800-ൽ ഏതോ ഒരു ഭക്തൻ സമർപ്പിച്ചതാണ് ഈ കൽവിളക്ക് എന്നാണ്. സിദ്ധി ബുദ്ധി പ്രദേ ദേവി ശുദ്ധി മുക്തി പ്രദായിനി മന്ത്രമൂർത്തി സദാ ദേവി. അരകത്ത് ദേവീക്ഷേത്രത്തിൽ ദേവീ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് മഹാതപസിയും ജ്ഞാനിയുമായ വില്വമംഗലം സ്വാമിയാരാണെന്ന് വിശ്വസിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം വില്വമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചത് അരകത്ത് ദേവിയാണെന്നുള്ള സവിശേഷതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ആ ഐതിഹ്യം ഇപ്രകാരമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മത്തിനു ശേഷം വില്വമംഗലം സ്വാമിയാർ നദിയിലൂടെ കിഴക്കോട്ട് സഞ്ചരിക്കുകയായിരുന്നു. ഇടഗ്രാമത്തിനടുത്തെത്തുമ്പോൾ സ്വാമി ഒരരകം അഥവാ മുഴക്കം കേട്ടുവത്രേ. ആ മുഴക്കത്തിലെ ദൈവിക ചൈതന്യം തിരിച്ചറിഞ്ഞ സ്വാമിയാർ വള്ളം കരയോടടുപ്പിച്ചു. അസാധാരണമായ മുഴക്കം കേട്ട സ്ഥലത്ത് ആദിപരാശക്തിയായ ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അരകം കേട്ട സ്ഥലത്ത് സ്വാമിയാർ ദേവിയുടെ ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തി എന്നും അതാണ് അരകത്ത് ദേവി ക്ഷേത്രമായി പിൽക്കാലത്ത് അറിയപ്പെട്ടതെന്നും ഭക്തർ തലമുറകളായി വിശ്വസിച്ചു പോരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് 1200 വർഷങ്ങൾ പഴക്കമുള്ള എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നത്. വില്വമംഗല സ്വാമിയാരാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠിച്ചതിന് ശേഷം തിരുവല്ലത്തേക്ക് പോകുന്ന വഴിക്ക് ഇടഗ്രാമത്തെത്തുന്ന സമയത്ത് ഒരു അരകം കേട്ടുവെന്നും ആ അരകം കേട്ട സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. അരകം കേട്ട സ്ഥലത്ത് പ്രതിഷ്ഠിച്ച ദേവി ആയതുകൊണ്ട് അരകത്ത് ദേവി എന്ന് അറിയപ്പെടുന്നു. ഇടഗ്രാമം അരകത്ത് ദേവി ക്ഷേത്രത്തിൽ ദേവിയെ കുടിയിരുത്തിയ വില്വമംഗലം സ്വാമി തെക്ക് ദിശയിൽ തിരുവല്ലത്ത് കരമനയാറിന്റെ തീരത്തോട് ചേർന്ന് മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമ പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം. ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തി അധികം താമസിക്കാതെ ദേവിയെ പ്രതിഷ്ഠിച്ചതിനാൽ അരകത്ത് ദേവിക്ക് ശ്രീ പത്മനാഭന്റെ സഹോദരീ സ്ഥാനമാണ് നൽകപ്പെട്ടത്. അന്നു മുതൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും അരകത്ത് ദേവീക്ഷേത്രത്തിനും അഭേദ്യമായ ബന്ധം കൽപ്പിച്ചു പോരുന്നു. ആലയ ഹേ ലളിതാ പരമേശ്വരി മാമ പരാധിരമംബികേ ശ്രീലളിതേ മൂകാംബികേ. ആദിപരാശക്തിയുടെ ത്രിഗുണഭാവങ്ങളും അരകത്ത് കുടികൊള്ളുന്ന ദേവിയിലുണ്ടെന്ന് അഷ്ടമംഗല്യ പ്രശ്നങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി, ദുർഗ, സരസ്വതി എന്നീ 3 ഭാവങ്ങളിലും ഭഗവതി ഇവിടെ ഭക്തർക്ക് അഭയ അഭീഷ്ട വരദാനങ്ങളും നൽകുന്നു. സരസ്വതി ദേവിയുടെ ചൈതന്യമുള്ളതുകൊണ്ട് തന്നെ ഭക്തർ ഏതൊരു വിദ്യ അഭ്യസിക്കുന്നതിന് മുൻപും ഇവിടെ എത്തി ദേവിയുടെ അനുഗ്രഹം വാങ്ങാറുണ്ട്. അതുപോലെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നതിനും ഏറെ പ്രശസ്തമാണ് അരകത്ത് ദേവീക്ഷേത്ര സന്നിധി. ലക്ഷ്മി സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരാനും ഭക്തർ അരകത്ത് ദേവിയെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഭക്തരായ മക്കൾ ജീവിതത്തിലും മറ്റും നേരിടുന്ന ആസുരിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ദുർഗതികളിൽ നിന്നും അവരെ രക്ഷിക്കാൻ ദുർഗാഭഗവതിയുടെ സക്രിയഭാവത്തിലും അരകത്ത് ദേവി അനുഗ്രഹം ചൊരിയുന്നു. നിൽക്കുന്ന രൂപത്തിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠ. ചതുർബാഹുവാണ് ദേവി. 3 കൈകളിലായി ശംഖും ചക്രവും നിറകുംഭവും. ഒരു കൈ ഭക്തരെ അനുഗ്രഹം ചൊരിയുന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠ. ഇവിടെ പ്രധാനമായും ലക്ഷ്മി, ദുർഗ, സരസ്വതി എന്നീ ഭാവങ്ങളിലാണ് ദേവി വർജിക്കുന്നത്. ഇവിടെ ഉപദൈവങ്ങളായി അയ്യപ്പനും ശിവനും ഗണപതിയും ഉണ്ട്. ആലയ ഹേ ലളിതാ പരമേശ്വരി. ശ്രീ പത്മനാഭന് വർഷത്തിൽ 2 ഉത്സവങ്ങളുണ്ട്. അൽപ്പശിയും പൈങ്കുനിയുമാണത്. തുലാമാസത്തിൽ നടക്കുന്ന അൽപ്പശി ഉത്സവ സമയത്ത് നടക്കുന്ന ആറാട്ടിൽ ഭഗവാനോടൊപ്പം ഒരേ ഒരു ദേവസങ്കല്പത്തിനേ അധികാരമുള്ളൂ. സഹോദരീ സ്ഥാനിയായ അരകത്ത് ദേവിക്ക് മാത്രമാണ് അതിനുള്ള അർഹത.
ആറാട്ട് ദിവസം ഉച്ചയോടെ അരകത്ത് ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയ ദേവിയെ ഭക്തഗണങ്ങളും അലങ്കരിച്ച ഗജവീരന്മാരും വാദ്യമേളങ്ങളോടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ഇവിടെ നിന്ന് ഭഗവാനോടൊപ്പമാണ് അരകത്ത് ദേവി ആറാട്ടിനായി ശംഖുമുഖം സമുദ്രതീരത്തേക്ക് പോകുന്നത്. ശ്രീ പത്മനാഭസ്വാമിയോടൊപ്പം ആറാടുന്ന ദേവസ്വരൂപങ്ങളിൽ അരകത്ത് ദേവി മാത്രമേ ഉള്ളൂ എന്നാണ് ചട്ടം. ത്രിസന്ധ്യ കഴിഞ്ഞ് ചന്ദ്രോദയ സമയത്താണ് സമുദ്രത്തിൽ ശ്രീ പത്മനാഭനും അരകത്ത് ദേവിയും സമുദ്രസ്നാനം ചെയ്യുന്നത്. പാലയ ഹേ ലളിതാ പരമേശ്വരി ആറാട്ട് കഴിഞ്ഞ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് വന്ദിച്ച ശേഷം വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി ഘോഷയാത്രയായി തന്നെ അരകത്ത് ക്ഷേത്രത്തിലേക്ക് സന്തോഷവതിയായി ദേവി മടങ്ങുന്നു. പാലയ ഹേ ലളിതാ പരമേശ്വരി മാമപരാധിരമംബികേ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊടിയേറി 4-ാം ദിവസമാണ് അരകത്ത് ദേവീക്ഷേത്രത്തിലെ ഉത്സവ കൊടിയേറ്റം. 6 ദിവസമാണ് ഇവിടെ ഉത്സവം. അനിഴം നക്ഷത്രത്തിൽ കൊടിയേറി തിരുവോണനാളിൽ ആറാട്ടിനായി ദേവിയെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഏതെങ്കിലും പ്രതിനിധി എത്തി തൃക്കൈ പ്രസാദം കൊടുക്കുന്ന ചടങ്ങും പതിവ് തെറ്റാതെ ഇപ്പോഴും നടന്നു വരുന്നു. സാത്വികഭാവത്തിന് പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ അരകത്ത് ദേവീക്ഷേത്രത്തിൽ സാത്വിക പൂജകളും വഴിപാടുകളുമാണ് നടക്കുന്നത്. ദേവി 3 ഭാവത്തിൽ കുടികൊള്ളുന്നതിനാൽ അതനുസരിച്ചുള്ള പൂജാക്രമങ്ങളും വഴിപാടുകൾക്കുമാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സന്താന സൗഭാഗ്യത്തിനായി നിരവധി ഭക്തർ ഇവിടെ എത്തി അവരുടെ സങ്കടങ്ങൾ ദേവിക്ക് മുന്നിൽ അർപ്പിക്കാറുണ്ട്. ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രാർച്ചന പോലെ ഭക്തർ ദേവിക്ക് പായസഹോമം വഴിപാടായി അർപ്പിക്കുന്നു. ദേവീ പ്രതിഷ്ഠ നടത്തിയ വില്ലുമംഗല സ്വാമിയെയും ഇവിടെ പൂജിച്ചാരാധിച്ചു വരുന്നുണ്ട്. നാട്ടുകാരുടെ ട്രസ്റ്റാണ് ക്ഷേത്രത്തിന്റെ നിത്യകാര്യങ്ങളെല്ലാം നടത്തുന്നത്. നാട്ടുകാരുടെ ഒത്തൊരുമ കൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ട ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടതും. പാലയ ഹേ ലളിതാ പരമേശ്വരി മാമപരാധിരമംബികേ. ശ്രീലളിതേ മൂകാംബികേ. ഒരുവന്റെ ബാഹ്യപ്രകൃതി നോക്കി വിലയിരുത്തുക എന്നത് മനുഷ്യന്റെ തികച്ചും മോശമായ ശീലമാണ്. തന്നേക്കാൾ താണവൻ എന്ന ചിന്തയാണ് ഈ സമയങ്ങളിൽ അവനിൽ നിറയുന്നത്. അഹങ്കാരം എന്ന അവസ്ഥയുടെ പ്രതിഫലനമാണിത്. ആദ്യം മനസ്സിൽ നിന്ന് നീക്കേണ്ടത് ഈ ചിന്തയാണ്. അതിനാൽ കാഴ്ച കൊണ്ട് ആരെയും വിലയിരുത്തരുത്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.